മാങ്കൂട്ടത്തിൽ പാലക്കാട് എംഎൽഎ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരുന്നു. എത്ര കാലത്തേക്കാണ് ആ പുറത്താക്കലെന്ന് അന്ന് കെപിസിസി അധ്യക്ഷൻ പറഞ്ഞിരുന്നില്ല. UDF സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാണല്ലോ രാഹുൽ പാലക്കാട് നിന്ന് നിയമസഭയിലേക്ക് എത്തിയത്. അതേ കോൺഗ്രസ് തന്നെ രാഹുലിനെ പുറത്താക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി കോൺഗ്രസ് രാഹുലിനെ അടുപ്പിക്കില്ല എന്ന്. ഇന്നലെ പാലക്കാട് MP VK ശ്രീകണ്ഠൻ മാധ്യമങ്ങളെ കണ്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെയല്ലേ, പ്രചാരണത്തിന് രാഹുൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. മറുപടി നമുക്കൊന്ന് കേൾക്കാം. പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അദ്ദേഹം UDFന്റെ MLA ആണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. UDF അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുത്. ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് ആരെ പറ്റിക്കാനാണ്? പ്രചാരണത്തിൽ പങ്കെടുക്കാം, സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ പങ്കെടുക്കാം, പിന്നെ എന്തിനാണ് പങ്കെടുക്കാൻ കഴിയാത്തത്? കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലോ? ഇതാദ്യമായിട്ടല്ല കേട്ടോ പാലക്കാട് MP പാലക്കാട് MLA കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നത്. രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും, അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ. പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. രാഹുലിനെതിരെ നടപടിയെടുത്തത് തന്റെ ബോധ്യത്തിൽ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും നേതാക്കൾക്കൊക്കെ രാഹുലിനെതിരായ പരാതിയിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമായതാണെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ആരായി?